ഇപ്പോൾ പത്തനംതിട്ട കളക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഈ മാർച്ച് എന്ന് മനസ്സിലാക്കുന്നു. എ ജയശങ്കർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് കളക്ട്രേറ്റിലേക്ക് നടക്കുന്നത്. അതിപ്പോൾ പോലീസ് തടഞ്ഞു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്താണ് വിവരങ്ങൾ? അതായത് പത്തനംതിട്ട കളക്ട്രേറ്റിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ പ്രതിഷേധ മാർച്ചിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മാർച്ച് കളക്ട്രേറ്റ് പരിസരത്തേക്ക് എത്തിയപ്പോൾ തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പിന്നാലെ ഈ പരിപാടിയുടെ ഉദ്ഘാടനവും മറ്റും കഴിഞ്ഞ ശേഷം കളക്ട്രേറ്റിലേക്കുള്ള മറ്റൊരു വഴിയിലേക്ക് ഈ പ്രവർത്തകർ ഇടിച്ചു കയറുകയായിരുന്നു. ഇതാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ സംഘർഷത്തിലേക്ക് നയിച്ചത്. ഈ ഒരു കൂട്ടം പ്രവർത്തകർ പോലീസിന്റെ ബന്ദോബസ്ത് മറികടന്നുകൊണ്ട് ഈ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് പോയി. അവരെ പോലീസ് അവിടെ വെച്ച് തടഞ്ഞു. ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഈ പോലീസ് വലയം ഭേദിച്ച് കളക്ട്രേറ്റിലേക്ക് ചാടിക്കയറാനുള്ള ഒരു വലിയ ശ്രമം നടത്തിയത്. ഇതിനിടയിലാണ് ഒരു സംഘർഷം ഉണ്ടായത്. എന്തായാലും വിജയ് ഇന്ദുചൂടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് കുറച്ചധികം പ്രവർത്തകർ കൂടി നിൽക്കുന്നുണ്ട്. അവർ ഇങ്ങോട്ട് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ പോലീസ് അത് കൃത്യമായി തടയുന്ന ഒരു സാഹചര്യമാണ്. പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പോലീസ് ഈ തടയുന്ന സാഹചര്യം ഉണ്ടായത്. നേരിട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട SFI അന്വേഷണവും അതിന് പിന്നാലെ ഉണ്ടായ തുടർ നടപടിക്രമങ്ങളിലും മകളെ സംരക്ഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പത്തനംതിട്ട കളക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു ജില്ലാ കളക്ട്രേറ്റുകളിലേക്കും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ എന്തായാലും പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട ഈ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. പക്ഷേ പിന്നാലെ മറ്റൊരു വഴിയിലൂടെ ിലേക്ക് പ്രവേശിക്കാൻ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. ആ ശ്രമമാണ് ഒരു നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇപ്പോൾ മറ്റൊരു വഴിയിലൂടെ തങ്ങൾ ഉള്ളിലേക്ക് കയറിയേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ പോലീസ് ഇവരെ ബന്ദോബസ്ത് വെച്ചുകൊണ്ട് തടയാനുള്ള ശ്രമം നടത്തുന്നു. വലിയൊരു പോലീസ് സന്നാഹം തന്നെ പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെയുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് മയപരമായ ഒരു സമീപനം തന്നെയാണ് ഇവിടെ ഉള്ളത്. പോലീസ് മറ്റേതെങ്കിലും തരത്തിൽ ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് കടന്നിട്ടില്ല. പ്രവർത്തകരെ തടയുക മാത്രമാണ് നിലവിൽ പോലീസ് ചെയ്യുന്നത്. വലിയ പോലീസ് സന്നാഹം തന്നെ ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ കളക്ടറേറ്റ് സമീപത്ത് നിയോഗിച്ചിരുന്നു. പ്രവർത്തകർ എന്തായാലും ബാരിക്കേഡ് വെച്ച് തടഞ്ഞ വഴി ഉപേക്ഷിച്ച് മറ്റൊരു വഴിയിലൂടെ ഇങ്ങോട്ട് കടക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് ഒരു നേരിട്ട് പോലീസുമായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് എന്തായാലും കാര്യങ്ങൾ നയിച്ചത്. നിലവിൽ ഈ പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. പോലീസ് ഈ പ്രവർത്തകരെ പ്രകോപിക്കാതെ തടയാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ മറ്റൊരു വഴിയിലൂടെ ഇങ്ങോട്ട് കയറുന്ന പ്രവർത്തകരെ പിന്നോട്ടടുപ്പിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ആ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നുമില്ല. അങ്ങനെ പോലീസും പ്രവർത്തകരും നേരിട്ട് ഏറ്റുമുട്ടുന്നു. പക്ഷേ ഇതൊരു വലിയ സംഘർഷ സാധ്യതയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ വിജയ് ഇന്ദുചൂടനാണ് ഈ മറ്റൊരു വഴിയിലൂടെ ഉള്ളിലേക്ക് കയറാനുള്ളൊരു ശ്രമം നടത്തിയത്. അതാണ് പോലീസ് തടയുന്നത്. എന്തായാലും വലിയൊരു പോലീസ് സന്നാഹം പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുണ്ട്. കൃത്യമായി കളക്ടറേറ്റിന്റെ സുരക്ഷ ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് കയറിയേ മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പോലീസുമായി മുഖാമുഖം പ്രവർത്തകർ വരുന്നു. പക്ഷേ മറ്റ് സംഘർഷ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. പ്രവർത്തകർ എന്തായാലും ഇതുവരെ പിരിഞ്ഞു പോകാനുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ല. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. മുഖാമുഖം ഈ പ്രവർത്തകരും പോലീസും ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പത്തനംതിട്ട കളക്ട്രേറ്റ് പരിസരത്തുള്ളത്. എന്തായാലും ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ നിലവിൽ ഈ കളക്ട്രേറ്റിലേക്കുള്ള റോഡിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന അതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. അവർ റോഡിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും കളക്ട്രേറ്റിലേക്ക് കയറാനുള്ള ഒരു ശ്രമം അവർ ഉപേക്ഷിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോലീസ് തടഞ്ഞു, പ്രതിഷേധം തടഞ്ഞു. ഇത് ശക്തമായി ഈ പോലീസിന്റെ ഈ ബാരിക്കേഡുകൾക്ക്, ഈ തുരുമ്പെടുത്ത ബാരിക്കേഡുകൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ തടുക്കാൻ കഴിയില്ലെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാർ മുട്ടിലിടുകയാണ്, തൊഴിലില്ലാതെ ആശാപ്രവർത്തകർ പട്ടിണി കിടക്കുകയാണ്. ഈ അവസരത്തിലാണ് പിണറായി വിജയൻ മകൾക്ക് വേണ്ടി മാസപ്പടിയുമായി വന്നിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അറിയിക്കാതെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം അറിയിക്കും.
എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. അവർ ഇതുവരെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഈ പ്രവർത്തകരും പോലീസും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യം. പോലീസ് പ്രവർത്തകരെ മയപ്പെടുത്തി വിടാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അത്തരം ഒരു ശ്രമം നടക്കുമ്പോഴും അതിനൊന്നും വഴങ്ങാത്ത രീതിയിൽ പ്രവർത്തകർ ഇവിടെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആകെ സംഘർഷാവസ്ഥയുണ്ട്. പക്ഷേ വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. പോലീസ് വളരെ നയപരമായി ഒക്കെയാണ് ഇടപെടുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോലീസ് ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും മറ്റ് നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസ് ഈ പ്രവർത്തകരെ തടയുക മാത്രമാണ് നിലവിൽ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളിലേക്ക് പോലീസ് എന്തായാലും നിലവിൽ കടന്നിട്ടില്ല. പ്രജിൻ, കളക്ട്രേറ്റിന് മുന്നിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച്, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞത്. സംഘർഷാവസ്ഥ ഇപ്പോൾ ആ രീതിയിലില്ല. അവിടെ ആ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ടെന്നാണ് AV ജയശങ്കർ ഇവിടെ നിന്നും നൽകുന്ന വിവരം. പക്ഷേ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകരെ കാണാം. മറ്റുള്ളവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം മുദ്രാവാക്യങ്ങളായി അവിടെ ഉയർന്നു കേൾക്കുന്നതും നമുക്ക് കാണാം. അവിടെ ഇപ്പോഴും സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ആ പ്രതിഷേധ മാർച്ചിൽ ഇപ്പോൾ കുത്തിരുന്ന് പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുകയാണ്. പോലീസുമായി നേരത്തെ ഉന്തള്ളും ഉണ്ടായിരുന്നു. പോലീസ് അവരെ കളക്ട്രേറ്റിന് മുന്നിൽ നിന്നും മാറ്റി റോഡിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ട്. നിലവിൽ അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുമാണ്. AV ജയശങ്കർ തുടരുന്നുണ്ട്. ജയശങ്കർ, ഇപ്പോൾ ഈ സമരം തടഞ്ഞു, പക്ഷേ ഈ മുദ്രാവാക്യം വിളികൾ ഇപ്പോഴും അവിടെ കേൾക്കാം. എന്താണ് ഇവിടെ അടുത്ത നീക്കം? മുന്നിലെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസ് ഈ പ്രവർത്തകരെ കൃത്യമായി തടഞ്ഞു. അവരെ കളക്ടറേറ്റിലേക്ക് കടത്തിവിടില്ല എന്ന നിലപാട് തന്നെ സ്വീകരിച്ചു. ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് പോലീസ് ഈ പ്രവർത്തകരെ കളക്ടറേറ്റിന് മുന്നിൽ തടയുകയായിരുന്നു. പിന്നീട് മറ്റൊരു വഴിയിലൂടെ കളക്ടറേറ്റിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തി. ഇതാണ് വലിയ തോതിൽ പോലീസുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോയത്. ഈ പത്തനംതിട്ട DYSP നന്ദകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തിയാണ് ഈ ഇവിടുത്തെ ക്രമസമാധാനം നിലവിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയൊരു സന്നാഹം DYSPയുടെ നേതൃത്വത്തിൽ സ്ഥലത്തുണ്ട്. വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും കൃത്യമായി പോലീസ് ഈ പ്രവർത്തകരെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രവർത്തകർ നിലവിൽ കുത്തിയിരുന്ന് ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ജില്ലാ അധ്യക്ഷൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം പോകുന്നത്. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ കളക്ട്രേറ്റ് മാർച്ച് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് പത്തനംതിട്ട കളക്ട്രേറ്റിലേക്കും എത്തിയത്. അതാണ് ഇപ്പോൾ പോലീസുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോയിരിക്കുന്നത്. പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. അവരവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ പ്രതിഷേധ സമരം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ ചേരുന്നുണ്ട്. പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അതെ, പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഈ റോഡ് ഉപരോധിക്കുകയാണ്, യാതൊരു സംശയവുമില്ല. അതിനകത്ത് ഇനിയും സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഇവിടെ കൊണ്ട് തീരില്ല. ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നാളുകളിലും സമരം ഉണ്ടാവും. പല പ്രശ്നങ്ങളിലായി, പല വിഷയങ്ങളിലായി മുഖ്യമന്ത്രിക്കെതിരെ, വീണ വിജയനെതിരെ, മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ, അങ്ങനെ സംസ്ഥാന ഇവരുടെ ഭരണകക്ഷികൾക്കെതിരെ ശക്തമായിട്ടുള്ള സമരം മുന്നോട്ട് വയ്ക്കും. എന്തായാലും ശക്തമായ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ രാജി ലഭിക്കുന്നതുവരെ ശക്തമായ സമരം സംസ്ഥാന വ്യാപകമായി കൊണ്ടുപോകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനാണ് ഏറ്റവും ഒടുവിൽ സംസാരിച്ചത്. എന്തായാലും പ്രവർത്തകർ നിലവിൽ കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത്. അവർ ഇതുവരെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വലിയൊരു പോലീസ് സന്നാഹമുണ്ട്. പക്ഷേ പോലീസ് കൃത്യമായി മയത്തോടു കൂടി പ്രവർത്തകരോട് ഇടപെട്ടത്. മറ്റു തരത്തിലുള്ള ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള പ്രയോഗങ്ങളിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പത്തനംതിട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സംഘം തന്നെയാണ് ഇവിടെയുള്ളത്. വനിതാ പോലീസുകാരുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ പോലീസ് കൃത്യമായി പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാൻ തയ്യാറായിട്ടില്ല. ഈ കളക്ടറേറ്റിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ തടയുക മാത്രമാണ് പോലീസ് ചെയ്തത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. എന്തായാലും പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രജിൻ, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ പത്തനംതിട്ട കളക്ടറേറ്റിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞത്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും അവിടെ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്.